എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദേവിക പ്ലസ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ ഒത്തിരി അധികം പേർക്ക് കുറേയധികം സംശയങ്ങളുണ്ട്. കാരണം നിങ്ങൾ പലരും പലവട്ടം പരീക്ഷ എഴുതിയ ആളുകളായിരിക്കും. ചിലർ ആദ്യമായിട്ടായിരിക്കും, ചിലർ ഒരു വട്ടം എഴുതിയിട്ടുണ്ടാവും, ചിലർ വലിയൊരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു വരുന്നവർ, അതായത് ഡിഗ്രി കഴിഞ്ഞ് 5 വർഷം 8 വർഷം 10 വർഷത്തെ ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരുന്നവരുണ്ട്. വളരെ കുറച്ച് HDC കഴിഞ്ഞതും ഇറങ്ങി കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായി അറിയുന്ന ആളുകളുമുണ്ട്. എല്ലാവരും ചോദിച്ച സംശയങ്ങൾക്ക് ഒരു ഉത്തരം നൽകുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. മറ്റൊന്നുകൊണ്ടുമല്ല, വ്യക്തമായ ഒരു ധാരണയോടുകൂടി പരീക്ഷയെ സമീപിച്ചാൽ വളരെ എളുപ്പത്തിൽ വിജയത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് സഹകരണ ബാങ്കിന്റെ പരീക്ഷ. ക്ലർക്ക് ആയിക്കോട്ടെ, സെക്രട്ടറി ആയിക്കോട്ടെ, ചീഫ് അക്കൗണ്ടന്റ് എക്സാം ആയിക്കോട്ടെ, എല്ലാം തന്നെ നെഗറ്റീവ് മാർക്ക് ഇല്ലാതെയാണ് CSEB നടത്തുന്നത്. ഇന്ന് കേരളത്തില് അങ്ങനെ മറ്റൊരു എക്സാം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ കോർപ്പറേഷൻ ബേസ് ചെയ്തുകൊണ്ട് PSC നടത്തുന്ന എക്സാമുകൾ, അതായത് അപ്പെക്സ് സൊസൈറ്റികളിലെ ക്ലർക്ക്, അല്ലെങ്കിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, അതല്ലെങ്കിൽ ഇപ്പൊ KS കാർഡ് ബാങ്ക് വിളിച്ചത്, അത്തരത്തിൽ PSC നടത്തുന്ന എക്സാമുകൾ, വരാനിരിക്കുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലോട്ട് വിളിക്കാനുള്ള അവസരങ്ങൾ, ഇതെല്ലാം കേരള PSC ആയിരിക്കും നടത്തുന്നത്. ഇവയ്ക്കെല്ലാം തന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. അതായത് നമ്മൾ 3 എണ്ണം തെറ്റിച്ച് കഴിയുമ്പോൾ നമ്മുടെ 1 മാർക്ക് എന്ത് ചെയ്യും, പോകും. പക്ഷേ CSEB നടത്തുന്ന എക്സാമുകൾക്ക്, അതായത് സഹകരണ ബാങ്കിലെ ക്ലർക്ക്, കാഷ്യർ, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ് തുടങ്ങിയ വിഭാഗങ്ങളിലേക്ക് CSEB നടത്തുന്ന പരീക്ഷകൾക്കൊന്നും തന്നെ നിലവിൽ നെഗറ്റീവ് മാർക്കില്ല. മാത്രമല്ല, ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ ഒരു ധാരണ മാറ്റിത്തരട്ടെ. നമ്മൾ മുൻപ് തൊട്ടേ കേൾക്കുന്നതാണ്, കോപ്പറേറ്റീവ് ബാങ്കിലെ ജോലികളെല്ലാം ഒരു വിഭാഗത്തിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. എനിക്ക് രാഷ്ട്രീയ പിടിപാടൊന്നുമില്ല, അല്ലെങ്കിൽ എന്താണ്, ഞങ്ങൾ വ്യത്യസ്ത പാർട്ടിയിൽ ഉള്ള ആളുകളാണ്, ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അത് തെറ്റായ ധാരണ മാത്രമാണ്. നിലവിൽ മെറിറ്റ് തന്നെയാണ് CSEB എക്സാമുകൾ ക്ലിയർ ചെയ്യാനുള്ള യോഗ്യത. ഓക്കെ, കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി കിട്ടണമെങ്കിൽ ആദ്യമായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾ എഴുതുന്ന പരീക്ഷയിൽ വാങ്ങുന്ന മാർക്കാണ്. അത് ഒരു 65ന്റെ അടുത്ത് ഒരു 63, 64, 65 മാർക്ക് വാങ്ങുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആരോടും ഒരു റെക്കമെൻഡേഷനും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബാങ്കിൽ നിങ്ങൾ റെക്കമെൻഡേഷൻ കൊണ്ട് പോകണ്ട, ഒരു പൈസ പോലും ആർക്കും കൊടുക്കണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന ബാങ്കിൽ നിങ്ങൾക്ക് ജോലിയാണ്. ഇനി ഇപ്പൊ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ 58, 60, 61 ഉള്ളവർ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അവർക്ക് ജോലി കിട്ടില്ലേ? അവർക്കും ജോലി കിട്ടും. 65 കിട്ടിയാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏത് ബാങ്ക് വേണമെന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ, നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ബാങ്കിന്റെയും ആദ്യത്തെ 1, 2, 3 റാങ്ക് നമ്മളായിരിക്കും. മാർക്ക് കുറയും തോറും റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ പിന്നോട്ട് പോകും. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ബാങ്കിൽ കിട്ടിക്കോളണം എന്നില്ല. പക്ഷെ എങ്കിലും നമുക്ക് ഉറപ്പായിട്ടും 1 രൂപ പോലും പൈസ കൊടുക്കാതെ, ഒരു റെക്കമെൻഡേഷൻ പോലും ഇല്ലാതെ ജോലി കിട്ടും. മുൻപെന്ന് വെച്ച് കഴിഞ്ഞാൽ 40% മാർക്ക് വാങ്ങുന്നവരൊക്കെ ലിസ്റ്റ് ഇടുന്നു, അതിൽ നിന്ന് തെരഞ്ഞെടുക്കുകയാണ്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഒരു വേക്കൻസിക്ക് CSEB 15 പേരുടെ ലിസ്റ്റാണ് ഇടുന്നത്. തൊട്ട് മുന്നത്തെ എക്സാം വരെ 10 പേരുടെ ലിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ നമുക്ക് അതും ബെനിഫിറ്റ് ആണ്. ഒരു വേക്കൻസിക്ക് 15 പേരുടെ, 5 വേക്കൻസി ഉണ്ടെങ്കിൽ 75 പേരുടെ ലിസ്റ്റ്, 10 വേക്കൻസി ഉണ്ടെങ്കിൽ 150 പേരുടെ ലിസ്റ്റാണ് ഇടുന്നത്. ഓക്കെ, അപ്പൊ അതിലൊരാളായാൽ മാത്രം മതി നിങ്ങൾക്ക് ജോലിയാണ്. കേരള PSC പോലെ ലിസ്റ്റിൽ പെട്ടു ജോലി കിട്ടിയില്ല എന്ന് പറയേണ്ട അവസരം വരാറേയില്ല. കാരണം ലിസ്റ്റിലുള്ള എല്ലാവരും പല ലിസ്റ്റുകളിലുള്ള ബാങ്കുകളിലുള്ളവരായിരിക്കും. അവരവർക്ക് ഏറ്റവും യോഗ്യമായ ഒരു ബാങ്കിൽ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജോലി കിട്ടാറുണ്ട്, കിട്ടും. അതിനുള്ള ആദ്യ കടമ്പ എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ലിസ്റ്റിൽ കയറാനുള്ള മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. ലിസ്റ്റിൽ കയറാനുള്ള മാർക്ക് വാങ്ങിയാൽ നമുക്ക് ജോലിയാണ്. എങ്ങനെ ലിസ്റ്റിൽ കയറാനുള്ള മാർക്ക് വാങ്ങാമെന്ന് പറയാം. അതുകൊണ്ട് തന്നെ റെക്കമെൻഡേഷൻ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ജോലി കിട്ടില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ എൻ്റെ അടുത്ത് അധികം പൈസ ഇല്ലാത്തതുകൊണ്ട് ജോലി കിട്ടില്ല എന്ന് വിചാരിച്ച് ആരെങ്കിലും പഠിക്കാൻ ബാക്കിയിരിക്കണമെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെയുള്ള ചിന്തകളെല്ലാം മാറ്റിവെക്കുക. അങ്ങനെയല്ല. നമുക്കറിയാമല്ലോ, ഇപ്പൊ കോപ്പറേറ്റീവ് ബാങ്കുകളുടെയൊക്കെ ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ ഇച്ചിരി മാറി നിൽക്കേണ്ടി വരും. അത്രയ്ക്കും എല്ലാവരുടെയും ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല ഫെസിലിറ്റീസ് ആണ്. എല്ലാ കോപ്പറേറ്റീവ് ബാങ്കും അത്രത്തോളം ഡെവലപ്ഡ് ആയി കഴിഞ്ഞു. അത് മാത്രമല്ല, സാലറി ഏപ്രിലിൽ വീണ്ടും സാലറിയുടെ ഇൻക്രീസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു സാലറിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്.
നിങ്ങൾ കേരള PSC എഴുതി വർഷങ്ങൾ കാത്തിരുന്ന് ഒരു LD ക്ലർക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 18 മുതൽ 20,000 രൂപ വരെയാണ് നിലവിലെ സാഹചര്യം, അല്ലെങ്കിൽ 20ന്റെ അടുത്ത്. പക്ഷേ നിങ്ങളൊരു കോപ്പറേറ്റീവ് ബാങ്കായി ക്ലർക്കായി കയറുമ്പോൾ അതിനേക്കാൾ എത്രയോ കൂടിയ സാലറി, സെൻട്രലൈസ്ഡ് AC ഉള്ള ബാങ്കുകൾ, ഒത്തിരി ഫെസിലിറ്റീസ്, നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ നമുക്ക് ജോലി. ഓക്കെ, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, CSEB എക്സാം ക്ലിയർ ചെയ്യുന്നതിലൂടെ നേടിയെടുക്കാനായിട്ട് കഴിയും. മാത്രമല്ല ഈ പറഞ്ഞ പോലെ PSC വിളിക്കുന്ന എക്സാമുകളെല്ലാം നമുക്കൊരു അഡീഷണൽ ബോണസ് ആണ്. അവ എഴുതി നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് മാറാൻ അല്ലെങ്കിൽ അതിലേക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം കൂടി കിട്ടും. അപ്പൊ ആദ്യത്തെ ആവശ്യം എന്താണ്, നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളത്. അപ്പൊ അതിന് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട CSEB ആണ്. മറ്റൊന്നുകൊണ്ടുമല്ല, കേരള PSC ഒരു അപ്ലിക്കേഷൻ വിളിച്ച് 1 വർഷം കഴിയും എക്സാം നടക്കാൻ. അതും കഴിഞ്ഞ് 6 മാസമോ 8 മാസമോ കഴിയും ലിസ്റ്റ് വരാൻ. പിന്നീട് ഇന്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും വർഷങ്ങൾ കഴിയും. പക്ഷെ CSEBയിൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇപ്പൊ അപ്ലിക്കേഷൻ അയക്കുന്നു, 3 മാസത്തിനുള്ളിൽ എക്സാം നടക്കുന്നു. എക്സാം നടന്ന 1 മാസത്തിനുള്ളിലാണ് ഇപ്പൊ CSEB റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. അടുത്ത മാസം ഇന്റർവ്യൂ, അതിന്റെ അടുത്ത മാസം പോസ്റ്റിംഗ്. അതായത് നിങ്ങൾ അപേക്ഷ അയച്ച് 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലിയാണ്. അപേക്ഷ അയച്ച് വെറുതെ ഇരുന്ന് 6 മാസം കൊണ്ട് ജോലി കിട്ടില്ല. ആ അപേക്ഷ അയച്ച് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മാസത്തിനുള്ളിൽ ജോലി ഉറപ്പാണ്. ഇനി എന്തൊക്കെയാണ് CSEBയുടെ എക്സാമിന് വരുന്ന വിഷയങ്ങളെന്നും അവ എത്രയൊക്കെ മാർക്കിനാണെന്നും പറഞ്ഞുതരാം. സബ്ജക്ട് 50 മാർക്കിന്. 50 മാർക്ക് പറയുമ്പോൾ നമുക്കറിയാം ഒരു ക്വസ്റ്റിന് 1/2 മാർക്കാണ് നമുക്ക് CSEB തരുന്നത്. അതുകൊണ്ട് തന്നെ 100 ക്വസ്റ്റ്യൻസ്, 100 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. ഇംഗ്ലീഷ് 10 മാർക്ക്, അതായത് 20 ക്വസ്റ്റ്യൻസ്. മാത്സ് again 10, 20 questions. GK 10. ഓക്കെ, 10 മാർക്ക്. ഇങ്ങനെ 50, 10, 60, 10, 70, 80 ഇത്രയാണുള്ളത്. ഇതില് സബ്ജക്റ്റിന്റെ ഭാഗത്ത് മെയിൻ ആയിട്ടും കോപ്പറേഷൻ, അതായത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ആൻഡ് ഫോറിൻ കൺട്രീസ് ആൻഡ് കേരള, കേരളത്തിലെ ഇന്ത്യയിലെ മറ്റ് വിദേശ രാജ്യങ്ങളിലെ ഫോറിൻ കോപ്പറേറ്റീവ് മൂവ്മെന്റും അവയുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നീട് KCS ആക്ടും റൂളും. KCS ആക്ട് 1969 വളരെ വിശദമായി തന്നെ പഠിച്ചെടുക്കാനുണ്ട്. കാരണം നിങ്ങൾക്ക് പിന്നീട് ജോലി ചെയ്യുമ്പോഴും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് ഉൾപ്പെടെ നമ്മൾ പഠിക്കും. അതിനുശേഷം അക്കൗണ്ടൻസി, ഒരു +1, +2 ഡിഗ്രി, ഈ 3 വർഷങ്ങളിൽ നമ്മുടെ അക്കൗണ്ടൻസി മെയിൻ ആയിട്ട് +1, +2 ബേസ് ചെയ്തിട്ടാണ് വരിക. ഗ്രാജുവേറ്റ് ലെവലിന്റെ അക്കൗണ്ടൻസി സ്റ്റാൻഡേർഡിലും കൂടിയുള്ള സിലബസിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള അക്കൗണ്ടൻസി ഭാഗങ്ങൾ പഠിക്കുക. ബാങ്കിങ്, ധാരാളമായിട്ട് മോഡേൺ ബാങ്കിങ് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. മോഡേൺ ബാങ്കിങ്ങിന്റെ ഭാഗത്തും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓഡിറ്റിംഗ് ക്ലർക്ക് പരീക്ഷകൾക്ക് ഒഴിവാക്കി എന്നാണ് CSEBയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല കഴിഞ്ഞ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്താലും നമുക്കറിയാം ഓഡിറ്റിംഗിന്റെ ഭാഗത്ത് നിന്ന് വളരെ ബേസിക് ആയിട്ടുള്ള 2-3 ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത് വിചാരിച്ച് നമ്മൾ ഓഡിറ്റിംഗ് പാടെ ഒഴിവാക്കി പോകരുത്. ഓഡിറ്റിംഗും എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞു വെക്കണം, ഒന്ന് പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ സബ്ജക്റ്റിൽ നിന്നുള്ള 50 മാർക്കിന്റെ ഭാഗമായി. ഏതൊക്കെയാണ്? കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ്, അതേപോലെ തന്നെ അക്കൗണ്ടൻസി, KCS ആക്ട് റൂള്, ബാങ്കിങ്, ഓഡിറ്റിംഗ്. മാത്സിലെ റീസണിങ്ങിനാണ് എപ്പോഴും ഇമ്പോർട്ടന്റ്. അതായത് മെന്റൽ എബിലിറ്റി കണക്കാക്കുന്ന നമ്മൾ എന്താ പറയുക, സീരീസ് കംപ്ലീഷൻ, ഓഡ് വൺ ഔട്ട്, അതേപോലെ തന്നെ എന്താ പിക്ചർ തന്നിട്ട് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക, വർക്ക് ആൻഡ് ടൈം ട്രെയിൻ, ഇത്തരത്തിലുള്ള സ്ഥിരമായി ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതിൽ തന്നെയാണ് മാത്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. കണക്കിൽ നിന്ന് എങ്ങനെ മാർക്ക് സ്വന്തമാക്കാം? ചെയ്തു പഠിച്ച് മാത്രമേ കണക്കിൽ നിന്നുള്ള മാർക്ക് ലഭിക്കുകയുള്ളൂ. വായിച്ചു പഠിച്ചതുകൊണ്ട് കണക്ക് കിട്ടില്ല. മാത്രമല്ല അവരെപ്പോഴും നമ്മുടെ മെന്റൽ എബിലിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരേപോലെ മെന്റൽ എബിലിറ്റി, ഒരേപോലെ IQ ഒരേപോലെ ഉള്ള കുട്ടികൾ ആയിക്കൊള്ളണമെന്നില്ല. നമ്മളെല്ലാവരും അല്ലെങ്കിൽ എബോവ് ആവറേജ് ഉള്ളവരുണ്ടാവാം, ആവറേജുകാരുണ്ടാവും, ബിലോ ആവറേജുകാരുണ്ടാവും. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? ജോലിയാണ്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യുക, നമുക്ക് കണക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ ഭാഗം കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ആ ഭാഗത്തിന് കുറച്ചുകൂടി എഴുതി വെച്ച് ചിട്ടയായൊരു രീതിയിൽ അത് പഠിച്ചു പോയാൽ നമുക്ക് അവിടെ നിന്ന് 10 മാർക്ക് കിട്ടും. പിന്നെയുള്ളത് ടൈം മാനേജ്മെന്റ് ആണ്. നമ്മൾ ചെയ്തതിന്റെ സ്പീഡാണ്, ഇല്ലെങ്കിൽ നമ്മൾ കണക്ക് ചെയ്തിരുന്നു സമയം പോയി എന്ന് പറയേണ്ടി വരും. ഇംഗ്ലീഷ്, CSEBയുടെ ഇംഗ്ലീഷ് ക്ലിയർ ചെയ്യാൻ ഒരു വ്യക്തമായ റൂട്ടിലൂടെ പോയാൽ 10ൽ 10 കിട്ടും. വാരി വലിച്ചൊന്നും ഇംഗ്ലീഷ് പഠിക്കണ്ട. CSEB സ്ഥിരം ചോദിക്കുന്ന ചില മേഖലകളുണ്ട്. ടെൻസ്, ഇഫ് ക്ലോസ്, ക്വസ്റ്റ്യൻ ടാഗ്, ആർട്ടിക്കിൾ. ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ CSEB ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ വൊക്കാബുലറി പാർട്ട്,
ആന്റണിം, സിനോണിം, ഇഡിയംസ്, ഫ്രേസസ്, വെർബ്സ്, അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആ ഭാഗത്ത് നോക്കി വയ്ക്കുക. സൗണ്ട്, യങ് വൺ അങ്ങനെ പറയാറില്ലേ, ആ ഭാഗം കൂടി ക്ലിയർ ചെയ്താൽ നമുക്ക് ഇംഗ്ലീഷായി. GK CSEB എഴുതാൻ പോകുന്ന എല്ലാവരും പാടെ ഒഴിവാക്കുന്ന ഒരു മേഖലയാണ് GK. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, GKക്ക് 10 മാർക്കാണ്. അതായത് ടോട്ടൽ 80-ൽ GKക്ക് 10. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ ലക്ഷ്യം വെക്കേണ്ട ഒരു സ്കോർ 65-ന്റെ മുകളിലാണ്. കാരണം 65-ന്റെ മുകളിൽ ലഭിക്കുന്നതോടുകൂടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലാ ബാങ്കിലും വരുന്നു, നമുക്ക് സെലക്ട് ചെയ്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും, നമുക്ക് സെലക്ട് ചെയ്ത് ബാങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും. 65-ന്റെ മുകളിൽ ലക്ഷ്യം വെക്കുമ്പോൾ GK പാടെ ഒഴിവാക്കിയ ടോട്ടൽ 70 ആവും. 70-ൽ 65 വാങ്ങുന്നതാണോ എളുപ്പം, കുറച്ച് GK കാര്യങ്ങൾ പഠിച്ച് 80-ൽ 65 വാങ്ങുന്നതാണോ എളുപ്പം? അപ്പൊ നമ്മൾ പറയും GK എന്ത് പഠിച്ചാലും അവരെന്താ ചോദിക്കുക നമുക്ക് അറിയില്ലല്ലോ. അവരെന്താ ചോദിക്കുക എന്ന് അറിയില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ചധികം പഠിച്ചാൽ അതിൽ നിന്ന് കുറച്ചധികം കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, ചോദിക്കും. അത് തീർച്ചയാണ്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പഠിച്ചല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പഠിച്ചിട്ട് ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ജോലിക്ക് കയറി ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന GKയിൽ നിന്ന് 6 മുതൽ 7 മാർക്കിന് വരെ ഉറപ്പായും വരും. കാരണം CSEB ചോദിക്കുന്ന GKക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ CSEB എന്ത് ചെയ്യാറുള്ളൂ, GK ചോദിക്കാറുള്ളൂ. ഓക്കെ, കാരണം ചില എക്സാമുകൾക്ക് നമ്മൾ അങ്ങനെ എപ്പോഴും നമുക്ക് 100% ഗ്യാരണ്ടി തരാൻ പറ്റും. കാരണം ചില എക്സാമുകൾക്ക് ഇപ്പൊ 2019 ഒരു ഒക്ടോബർ ടൈമിൽ നടന്നൊരു എക്സാമില് 20 മാർക്കും കറണ്ട് അഫെയർ ചോദിച്ചു. അപ്പോഴും നമ്മൾ പറഞ്ഞിട്ട് 4-5 ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് കിട്ടും. അല്ലെങ്കിൽ ചില സമയത്ത് പുരാതന ഇന്ത്യ, അതായത് സിന്ധു നദിയുടെ സംസ്കാരം വരെ ചോദിക്കും. പക്ഷെ അതൊന്നും നമ്മൾ GK പഠിക്കാതിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ KCS ആക്ടും റൂളും ഇത്ര സമയമെടുത്ത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. അതിൽ നിന്നും വരിക 20 ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചോളൂ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുക 10 മാർക്ക്. ഇവിടെ GKക്കും എത്ര മാർക്കുണ്ട്, 10 മാർക്കുണ്ട്. അതുകൊണ്ട് GK ഒരിക്കലും ഒഴിവാക്കരുത്. GKയും അതുപോലെ തന്നെ പഠിക്കണം. എന്താണോ നമ്മൾ തരുന്നത് അത് മാത്രം പഠിക്കുക. പക്ഷെ GK പഠിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുക, കാരണം നമ്മൾ എല്ലാ ദിവസവും ഒരു ഓഡിയോ ക്ലിപ്പും അതിന്റെ PDF ആയിട്ടാണ് തരുന്നത്. ആ PDF എടുത്തു വെച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു നോട്ട്ബുക്കിൽ സ്വന്തമായിട്ട് എഴുതി വെക്കുക. എല്ലാ മൊബൈലിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എടുത്തു വെക്കണ്ട. ഒന്നാമത് മൊബൈലിന്റെ ഡാറ്റയാണ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇർറിക്കവറബിളി ലോസ്റ്റ് ആയി പോകും, തിരിച്ചു കിട്ടാൻ പറ്റാത്ത പോലെ പോകും. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ബുക്ക് വാങ്ങിയിട്ട് അതിൽ GK എന്നുകൊണ്ട് എല്ലാം എഴുതി വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, നമ്മൾ എക്സാമിന് ഒരു 2 ദിവസം 3 ദിവസം ഓടിച്ചൊരു റിവിഷൻ നടത്താൻ. ഈ റിവിഷൻ നടത്തുമ്പോൾ അന്നിട്ടതെന്ന് വേണ്ടി ഇങ്ങനെ ഓരോ ദിവസം മൊബൈലിൽ നിങ്ങൾ തപ്പിയെടുക്കുന്നതാണോ എളുപ്പം? നമ്മുടെ ഒരു ബുക്കിൽ നല്ല വൃത്തിയായിട്ടുണ്ടെങ്കിൽ അത് എടുക്കുന്നതല്ലേ എളുപ്പം? സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി വെക്കൂ. അല്ലെങ്കിൽ വീട്ടില് മക്കളാരെങ്കിലും ഒക്കെ ഇത്തിരി മുതിർന്നവരുണ്ടെങ്കിൽ അവരോട് പറയൂ, ഓഡിയോ കേട്ടിട്ട് ദിവസം എനിക്ക് നോട്ട് എഴുതി തരണം. പിള്ളേർക്കും ഒരു ജനറൽ അവയർനെസ് വരട്ടെ. അതുകൊണ്ട് നോട്ട് GKക്ക് മാത്രമായിട്ട് ഒരെണ്ണം വെക്കുക. GKയുടെ പ്രാധാന്യം ഒരിക്കലും കുറച്ച് കാണരുത്. കാരണം നമ്മൾ ഇംഗ്ലീഷിന് ചെലവാക്കുന്ന, മാത്സിന് ചെലവാക്കുന്ന അതേ ടൈം നമ്മൾ GKക്കും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്ര സ്കോർ ചെയ്യാൻ പറ്റുമോ അതേ മാർക്ക് എവിടെയും സ്കോർ ചെയ്യാൻ പറ്റും, GKയിലും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 3 ഭാഗത്തിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കും. സബ്ജക്ട് പഠിക്കാൻ ഒന്ന് പഠിക്കാനും കുറുക്ക് വഴിയില്ല. പക്ഷെ പിന്നെയും കണക്കൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരും. സബ്ജക്ട് പഠിക്കാൻ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. അതായത് ഇന്ന് പഠിച്ച കാര്യങ്ങൾ നാളെ ഒരിക്കൽ കൂടി ഒന്നൊന്ന് റിവിഷൻ ചെയ്യുക, അടുത്ത ദിവസം ഒരിക്കൽ കൂടി റിവിഷൻ ചെയ്യുക, ഞായറാഴ്ചയിൽ ഒരു ഓവറോൾ റിവിഷൻ ചെയ്യുക. നിങ്ങളുടെ മനസ്സിലത് ഉറപ്പിച്ചിട്ടുണ്ടാവും. അക്കൗണ്ടൻസി നല്ലപോലെ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ മാത്രമേ നമുക്ക് അവിടെ പോയിട്ട് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എഴുതാൻ പറ്റൂ. ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരു ഗൈഡിലുള്ളത് മാത്രം വായിച്ചു പോയിട്ട് നമ്മൾ അവിടെ പോയിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് അർത്ഥമില്ല. ചോദ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് എഴുതാൻ പറ്റുന്നില്ല? എന്തെങ്കിലും ഒരു ചെറിയ ട്വിസ്റ്റ് ചോദ്യത്തിൽ വരുമ്പോഴേക്കും അയ്യോ ഭയങ്കര ടഫായിരുന്നു എക്സാം. അതിൽ കാര്യമില്ല. നമ്മൾ ഡിഗ്രി കഴിഞ്ഞ ആളുകളാണ്, നമ്മൾ PG കഴിഞ്ഞ ആളുകളാണ്, നമ്മൾ HDC കഴിഞ്ഞ ആളുകളാണ്, എല്ലാം പഠിച്ച് എത്തിയ ആളുകളാണ്. അപ്പൊ നമ്മൾ ബൈഹാർട്ട് അല്ല ചെയ്യേണ്ടത്, കാര്യം മനസ്സിലാക്കി വെച്ച് പഠിക്കുക. ആക്ടും റൂളും ഒക്കെ പഠിക്കുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റുകൾ, അതിൽ പറഞ്ഞിട്ടുള്ള ടൈമുകൾ, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിക്കുക. അതായത് ഇന്ന് ഞാൻ എന്തായാലും 1 തൊട്ട് 50 വരെയുള്ള സെക്ഷൻ, 1 തൊട്ട് 30 വരെയുള്ള സെക്ഷൻ ഞാൻ പഠിച്ചു തീർക്കും. ഇത്തരത്തിൽ വലിയ ടാർഗറ്റുകളൊന്നും ഫിക്സ് ചെയ്യണ്ട. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇന്ന് ഞാൻ 1 തൊട്ട് 5 വരെ പഠിക്കും. പക്ഷെ 5 വരെ പഠിച്ചുള്ളൂവെങ്കിൽ ആ 5ഉം നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യണം, പിന്നെ ഒരിക്കലും മാറിപ്പോവാത്ത പോലെ ഉണ്ടായിരിക്കും.
നാളെ അതിലോട്ട് 6ഉം 7ഉം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1 മുതൽ 7 വരെയാണ് നിങ്ങൾ റിവിഷൻ നടത്തേണ്ടത്. അടുത്ത ദിവസം 10 വരെ ആഡ് ചെയ്യുമ്പോൾ 1 മുതൽ 10 വരെ റിവിഷൻ നടന്നു. 15 വരെ ചേർക്കുമ്പോൾ 1 മുതൽ 15 വരെ ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായി പോകുമ്പോൾ മാത്രമേ പഠിച്ചതെല്ലാം ഓർമ്മയിലുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയും എല്ലാം പഠിച്ചു മിസ് ചെയ്യും, പക്ഷെ ബുക്കിന്റെ ആ എത്തുമ്പോഴേക്കും ബുക്കിന്റെ ബിഗിനിങ്ങിൽ തുടങ്ങിയതൊക്കെ എന്ത് ചെയ്തു, മറന്നുപോയി. എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ അതവിടെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന അത്രയും സമയം ആ മെമ്മറിക്ക് കൊടുക്കുന്നില്ല. റിപ്പീറ്റേഷൻ മാത്രമാണ് നമ്മൾ ഒരിക്കലും മറന്നു പോവാതെ പഠിക്കാനുള്ളൊരു വഴി. ഇനി 2-3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ കൂടെയുള്ള ആളുകൾ 1ാമത്തെ എക്സാമിലോ 2ാമത്തെ എക്സാമിലോ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടാവും. അത് അവരുടെ കഴിവ്. ഓക്കെ, നമ്മളതിനെ അവരുടെ ഭാഗ്യം എന്നൊക്കെ പറയും. ഭാഗ്യമല്ല, ഒരു കഴിവും അവരുടെ ഹാർഡ് വർക്കും രണ്ടും കൂടെ ചേരുമ്പോൾ അത് അവരുടെ ഭാഗ്യമായി മാറും. നമുക്ക് അവരത്ര കഴിവില്ലെങ്കിൽ നമുക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ 2ാമത്തെ എക്സാമിൽ തന്നെ ജോലിക്ക് കയറുന്നത്. നമുക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, നമുക്ക് ജോലി കിട്ടണം, നമ്മൾ ജോലിക്ക് കയറണം. 2 അതിന് ഞാൻ 20 എക്സാം വേണമെങ്കിലും എഴുതുമെന്ന് വിചാരിച്ചുകൊണ്ട് പഠിക്കുക. മാത്രമല്ല, ഓരോ എക്സാം കഴിയുമ്പോഴും എനിക്ക് 1 മാർക്കിന്റെയെങ്കിലും ഇംപ്രൂവ്മെന്റ് എന്റെ ടോട്ടൽ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. അതല്ലാതെ കഴിഞ്ഞ എക്സാമിൽ 60 ആയിരുന്നു, ഈ എക്സാം ആകുമ്പോഴേക്കും 58ആയി, അടുത്ത എക്സാം ആകുമ്പോഴേക്കും പിന്നോട്ടുള്ള വളർച്ചയല്ല വേണ്ടത്, മുന്നോട്ട് വളരുക. ഈ എക്സാമിൽ 58, അടുത്ത എക്സാമിൽ 59, അതിന്റെ അടുത്ത എക്സാമിൽ 60, അതിന്റെ അടുത്ത എക്സാമിൽ നിങ്ങൾക്ക് ജോലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും. എത്രയായി എക്സാം എഴുതുന്നു, ആ കുട്ടിക്ക് ഒരു എക്സാം എഴുതിയപ്പോൾ കിട്ടി, ഈ കുട്ടിക്ക് 2 പ്രാവശ്യം പോയപ്പോൾ കിട്ടി, ആ കുട്ടി 6 മാസമേ പഠിച്ചുള്ളൂ. പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ, ജസ്റ്റ് ലീവ് ഇറ്റ്, കേൾക്കുകയേ വേണം. നമ്മുടെ മുന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഒരു ജോലി, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച വിഷയത്തിൽ കേരള PSC വിളിക്കുന്നതായിക്കോട്ടെ, ഏതെങ്കിലും ഒരു എക്സാമിൽ ഒരു ജോലി. CSEBക്ക് എപ്പോഴും ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് പറയും. വേറെ ഒന്നുകൊണ്ടുമല്ല, നെഗറ്റീവ് മാർക്ക് ഇല്ല, ഇത്രയും എളുപ്പത്തിൽ. അത് മാത്രം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്ലിക്കേഷൻ വിളിച്ച് 6 മാസത്തിനുള്ളിൽ ജോലിയാണ്. നമുക്ക് CSE കോഓപ്പറേറ്റീവ് ബാങ്കിൽ എക്സാമിന് കയറിയതിനു ശേഷം PSC വിളിക്കുന്ന എക്സാമുകൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് നല്ലൊരു ധൈര്യമുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം എനിക്കൊരു ജോലി ഉണ്ട്, ഞാൻ ജോലിയിൽ ഇരുന്നു കൊണ്ടാണ് അടുത്ത ജോലിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുക, പഠിച്ചെടുത്താൽ നേടാവുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയ മുദ്രാവാക്യം പോലെ ഉറപ്പാണ് ജോലി. എങ്ങനെയാണെങ്കിൽ ഇഫ് യു വർക്ക് ഹാർഡ്, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, അതിനൊപ്പം കുറച്ചൊരു സ്മാർട്ടായിട്ടും കൂടി വർക്ക് ചെയ്യുക. കാരണം കയ്യിലുള്ള ബുക്കിങ്ങിനെ മുഴുവൻ പഠിച്ചു തീർക്കുക, അതൊന്നും ആയിരിക്കരുത് ലക്ഷ്യം. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി എന്തൊക്കെയാണ് CSEB ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ മാർക്കിംഗ് പാറ്റേൺസ് നോക്കിയിട്ട് ഓക്കെ ഇന്നതിന് ഇന്ന പോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി സബ്ജക്റ്റിന്റെ ഉള്ളിൽ എങ്ങനെ വരും, അതായത് ബാങ്കിങ്ങിന് എത്ര ക്വസ്റ്റ്യൻ, ആക്ട് ആൻഡ് റൂളിൽ എത്ര ക്വസ്റ്റ്യൻ, അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ചില എക്സാമിൽ ആക്ട് ആൻഡ് റൂളിൽ ധാരാളം ക്വസ്റ്റ്യൻസ് കാര്യം വരും, ചിലതിൽ അക്കൗണ്ടൻസിയും ധാരാളം വരും. സബ്ജക്റ്റിന്റെ ഭാഗമൊക്കെ നമ്മൾ എല്ലാ ഭാഗവും എന്ത് ചെയ്യണം, അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇനി എന്നോട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഗൈഡ് പഠിച്ചു, അതായത് ഇന്ന ടീമിന്റെ ഗൈഡ്, ഇന്ന കോളേജിന്റെ ഗൈഡ്, അല്ലെങ്കിൽ നമ്മൾ തരാൻ പോകുന്ന ഒരു ഗൈഡ് ഉണ്ട്. നമ്മൾ അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഗൈഡ് തരും. എല്ലാ ഭാഗവും വളരെ അടുക്കും ചിട്ടയോടുകൂടി പ്രിപ്പയർ ചെയ്ത്, അതായത് സബ്ജക്റ്റ് ഒക്കെ ഓരോ ഹെഡിലും അതിൽ നിന്ന് വരാവുന്ന പരമാവധി ക്വസ്റ്റ്യൻസ് സിമ്പിൾ മുതൽ കോംപ്ലക്സ് വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗൈഡാണ്. അത് മാത്രമല്ല പ്രീവിയസ് ആയി ചോദിച്ചാൽ ഇംഗ്ലീഷ്, മാത്സ്, GK അവയുടെ എക്സ്പ്ലനേഷനോട് കൂടിയാണ് തരുന്നത്. അത് മാത്രം പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം ചോദ്യപേപ്പർ ഞാനാണ് ഇടുന്നതെങ്കിൽ ഞാൻ എന്റെ ഗൈഡിൽ നിന്ന് മുഴുവൻ ചോദ്യം ഇടും, അല്ല വേറൊരാളാണ് ഇടുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഗൈഡിൽ നിന്ന് മുഴുവൻ ഇടും, അല്ല വേറൊരു ടീമാണെങ്കിൽ അവരുടെ ടീം വരും. പക്ഷേ ഇത് മറ്റൊരാളല്ലേ തയ്യാറാക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, നമ്മുടെ എക്സാമിന് വിളിച്ച ക്വാളിഫിക്കേഷൻ ഉണ്ട്, ആ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബുക്കിനെയും ഞാൻ പറയില്ല വിശ്വസിക്കാൻ, നിങ്ങൾ ഈ സിലബസിനെ വിശ്വസിക്കും. സിലബസിൽ ഊന്നി നിന്നുകൊണ്ട് പഠിക്കും, നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. അതിന് ദേവിക പ്ലസ് പോയിന്റിൽ നിന്ന് എന്തെല്ലാം ചെയ്തു തരാൻ പറ്റുമോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ചെയ്തു തരും. നമ്മുടെ മെറിറ്റ്സ് ആയിട്ട് 1-2 കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ സമയത്തിനനുസരിച്ച്, ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ സമയം എന്നാണ്, അതായത് നമുക്ക് എല്ലാവർക്കും ഒരേ ടൈം പറ്റിക്കോളണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ലൈവ് സെഷൻസ് കൂടുതൽ ഉൾപ്പെടുത്താത്തത്. നമ്മൾ വർക്ക് ചെയ്യുന്നവർക്ക് വൈകുന്നേരം, അമ്മമാരാണെങ്കിൽ വീട്ടുപണി കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ വർക്കിംഗ് വുമൻസ് അല്ലാത്തവർ ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവും.
എപ്പോഴാണോ നിങ്ങൾക്ക് സമയം ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ റെക്കോർഡഡ് വീഡിയോസ് തരുന്നത്. എല്ലാ ദിവസവും രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്ത് തരും. അടുത്ത ദിവസം വൈകുന്നേരമാണ് ഈ എക്സാം എഴുതാനുള്ള അവസരം, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എക്സാം വരിക അതിന്റെ അടുത്ത ദിവസം. ഇന്നാണ് ക്ലാസ് തരുന്നതെങ്കിൽ നാളെ വൈകിട്ടാണ് എക്സാം. എക്സാം എഴുതാൻ കൃത്യം ടൈം ഷെഡ്യൂൾ ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു. കൃത്യം ടൈം ഷെഡ്യൂളിന് ബെനിഫിറ്റും ഉണ്ട്, അതായത് മെറിറ്റും ഉണ്ട്, ഡിമെറിറ്റും ഉണ്ട്. മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിട്ടയായിട്ട്, അതായത് എനിക്ക് പണി കുറച്ച് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 8-ന്റെയും 9-ന്റെയും ഇടയിൽ നിങ്ങൾ എക്സാം എഴുതണം പറഞ്ഞാൽ ഞാൻ 9 മണിയാകുമ്പോൾ എനിക്ക് ലിങ്ക് ക്ലോസ് ചെയ്യാം. 9 മണിയാകുമ്പോൾ എഴുതിയവരുടെ മാർക്ക് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പക്ഷേ ഒരുപാട് പേർക്ക് നമ്മൾ ഈ പറയുന്ന ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുകയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ചിന്തയില്ല, വേറൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ ജോലിയുടെ ഇടയിൽ, നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളുടെ ഇടയിൽ, മറ്റ് പഠനങ്ങൾക്കിടയിലൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വൈകുന്നേരം 8 മണി മുതൽ അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ നമുക്ക് നമ്മുടെ എക്സാം ലിങ്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതായത് വൈകിട്ട് 8 മണിക്ക് എക്സാം നിന്ന് അടുത്ത ദിവസം 12 മണി വരെ ലിങ്ക് ഉണ്ടാവും. നിങ്ങളുടെ, അതായത് പലരും രാത്രി, എനിക്കറിയാം നമ്മൾ LP UP ബാച്ച് ഒക്കെ നടത്തുമ്പോൾ പലരും രാത്രി 12 മണി 1 മണിക്കാണ് സ്ഥിരമായിട്ട് എക്സാം എഴുതുന്നത്. അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അവര് പഠിക്കുന്ന ടൈമായിരിക്കും ആയിക്കോളും. നിങ്ങൾക്ക് അങ്ങനെ എക്സാം എഴുതാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും എക്സാം ഉണ്ടാവും. എല്ലാ ടോപ്പിക്കും ഏതാണോ ക്ലാസ് നിന്ന് അതിന്റെ എക്സാം ഉണ്ടാവും. നിർബന്ധമായിട്ടും എക്സാം അറ്റൻഡ് ചെയ്യണം. അതിലൊരു കോംപ്രമൈസും ഇല്ല. എക്സാം അറ്റൻഡ് ചെയ്യുക. കാരണം എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലോ, മൾട്ടിപ്പിൾ ചോയ്സ് എങ്ങനെയാണോ CSEB-യുടെ PSC-യുടെ ക്വസ്റ്റ്യൻസ് അതുപോലെയാണ് നമ്മളും ക്വസ്റ്റ്യൻസ് തരിക. അങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം എഴുതുമ്പോൾ മാത്രമാണ് നമുക്ക് 4 ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ദിവസവും എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്ത് 4 ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്തുമ്പോൾ, നിങ്ങൾ എക്സാം ഹാളിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങളുടെ കണ്ണിൽ കൃത്യം ഉത്തരം മാത്രം കാണുന്നൊരു അവസ്ഥയിലോട്ട് നിങ്ങൾ പ്രാക്ടീസിലൂടെ വരണം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും എക്സാം എന്ന് പറയുന്നത്. സൺഡേ നമ്മൾ റിവിഷൻ എക്സാം നടത്തും. GK നമ്മൾ എല്ലാ ദിവസവും ഓഡിയോ ആയിട്ടാണ് തരുന്നത്. പക്ഷെ ആ GKയുടെ എല്ലാം കൂടിയുള്ള എക്സാം ശനിയാഴ്ചയോ ഞായറാഴ്ചയോ നമ്മളൊരു GK എക്സാം എന്ത് ചെയ്യും, ഷെഡ്യൂൾ ചെയ്യും. ആഴ്ചയിൽ 4 സബ്ജക്ട് ക്ലാസ് ആണ്, ഒരു ഇംഗ്ലീഷ്, ഒരു മാത്സ്. GKക്ക് വേണ്ടി പ്രത്യേകം ദിവസം ഇട്ടിട്ടുണ്ടെങ്കിൽ GK എല്ലാ ദിവസവും കുറച്ചായിട്ട് തരികയാണ്. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ CSEB എക്സാമിന് വരുന്നത് 90% ആളുകളും GKയുടെ കാര്യത്തിൽ പറ്റേ ഒന്നും ബേസ് ഇല്ലാത്ത ആളാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ദിവസവും കുറച്ച് തരുന്നത്. നേരത്തെ പറഞ്ഞപ്പോൾ അത് എഴുതി വെച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത്, നമ്മൾ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റേഴ്സിനെ തരും, പേഴ്സണൽ ടീച്ചേഴ്സിനെ തരും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ, നിങ്ങൾക്ക് എപ്പോഴും വിളിച്ചപ്പോൾ നമ്മളെ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ടാവും. അവരെല്ലാം തന്നെ ഇതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ കുറച്ചധികം കാലമായി പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറി ഇരിക്കുന്നവരുമാണ്. അപ്പോൾ അവർ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരും. അവർ ക്ലിയർ ചെയ്ത് തരാത്ത ഏതൊരു ഡൗട്ടും നമ്മൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. മാത്രമല്ല എല്ലാ ദിവസവും 6 മണിയുടെയും 9 മണി, വൈകുന്നേരം 6-നും 9-നും ഇടയ്ക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ടെൻഷൻ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ കുറച്ച് പേരുണ്ട്, എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുന്ന കുറച്ച് പേരുണ്ട്. അതായത് ടീച്ചറോട് 5 മിനിറ്റ് സംസാരിച്ചാൽ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്, പഠിക്കാൻ പറ്റുന്നത്, സന്തോഷമേ ഉള്ളൂ. എല്ലാ ദിവസവും വൈകിട്ട് 6 to 9 നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ വിളിക്കണ്ട എന്നല്ല പറയുന്നത്. വിളിച്ചാൽ നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ ക്ലാസ് എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നതായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ തിരക്കിലായിപ്പോയാൽ ഒരുപക്ഷെ എടുക്കാതിരിക്കാം. അപ്പൊ ഫോൺ എടുത്തില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് അയ്യോ നമ്മൾ അഡ്മിഷൻ എടുത്തപ്പോൾ നിങ്ങൾ എടുക്കാത്തതാണെന്നൊന്നും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് 6-ന്റെയും 9-ന്റെയും ഇടയ്ക്ക് വിളിച്ചോളൂ. നിങ്ങളുടെ ഏത് സംശയങ്ങളും നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അന്വേഷിച്ച് പറഞ്ഞുതരാം. എല്ലാം അറിയും പറഞ്ഞുതരാമെന്നൊന്നും വാഗ്ദാനമില്ല. നമുക്കറിയാത്തതാണെങ്കിൽ നമ്മൾ അന്വേഷിച്ച് എന്തായാലും പറഞ്ഞു. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങളൊരു ജോലിയിൽ കയറുന്നത് വരെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം തരുന്നു. അത് വാഗ്ദാനമല്ല, എൻ്റെ ഉറപ്പാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, എൻ്റെ വാക്കാണ്. നിങ്ങൾ ഒരു ജോലിയിലേക്ക് എത്തി, ഒരു ജോലിയിൽ കയറി ആ ഒരു ബാങ്കിൽ ഇരിക്കുന്ന ആ ദിവസം വരെ കൂടെ ഉണ്ടാവും. നന്നായിട്ട് പഠിക്കുക. വിജയത്തിന് വേറെ കുറുക്ക് വഴികൾ ഒന്നും തന്നെ ഇല്ല. ഹാർഡ് വർക്ക് എടുത്താൽ ഉറപ്പായിട്ടും നല്ലപോലെ പരിശ്രമിച്ചോളൂ. ജോലി വിരൽത്തുമ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈയിന്റെ മുന്നിലുണ്ടെന്ന് പറയാം. കാരണം നമ്മളെ കുറെ കാലമായിട്ട് ജോലി കിട്ടാത്തപ്പോൾ നമ്മൾ എവിടേക്കോ ചെറിയ മിസ്സിങ്സ് വന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും നമ്മൾ രക്ഷപ്പെടാത്തത്. നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് മുന്നേറാം. എല്ലാ ദിവസവും പഠിക്കുക, എല്ലാ ദിവസവും എക്സാം എഴുതുക. എല്ലാവരെയും ഒരിക്കൽ കൂടി ദേവിക പ്ലസ് പോയിന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.